ഇന്ന് നമുക്ക് സർക്കിൾ ആൻഡ് ആംഗിൾസിൽ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. പ്രോബ്ലം ഇതാണ്: കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ ഷോൺ ബിലോ ആൻഡ് ഓൾസോ ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽ. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ഈ ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കണം, അതുപോലെ ഇതിൻ്റെ ഡയഗണലിൻ്റെ ആംഗിളും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഈ സർക്കിളിൻ്റെ അകത്തിരിക്കുന്ന ഈ ക്വാഡ്രിലേറ്ററിന് ഒരു പേര് കൊടുക്കാം, എ ബി സി ഡി. ഓക്കെ, എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇതിൽ അവർ 3 അളവ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ 50, ഇത് 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ബാക്കിയുള്ള ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, 3 ആംഗിൾസിൻ്റെ അളവ് അവർ ആൾറെഡി തന്നിരിക്കുകയാണ്. ബാക്കിയുള്ള ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. ഇപ്പോൾ ഫസ്റ്റ് ഈ ആംഗിൾ എടുക്കാം, സി എ ഡി. ആംഗിൾ സി എ ഡി ഈക്വൽ ടു 50 ഡിഗ്രി. ഇത് സി എ ഡി. അപ്പോൾ ഈ രണ്ട് പോയിന്റും സർക്കിളിൽ ഒരു സെഗ്മെന്റ് ഉണ്ടാക്കുന്നു. ഇതൊരു സെഗ്മെന്റ്, ഇതൊരു സെഗ്മെന്റ്. ഓക്കെ, 2 പോയിന്റ് സി എ ഡി. അതിൽ നിന്ന് വരുന്ന ലൈനാണ് ഈ ലൈൻ. സിന്ന് വരുന്ന ലൈൻ ഈ ലൈൻ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലുള്ള മറ്റൊരു പോയിന്റിൽ വരുന്ന ആംഗിൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 50. ഈ ആംഗിൾ ഡി ബി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി സി. ഓക്കെ, അടുത്ത ആംഗിൾ തന്നിരിക്കുന്നത് എ ഡി ബി. ആംഗിൾ എ ഡി ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇതൊരു പോയിന്റ്, ഇവിടെ നിന്ന് ഇങ്ങനെ വരും, എ ഡി ബി. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പോകുന്നത് ഇവിടെ ഒന്ന് മുട്ടും. ഈ ആംഗിൾ ദാറ്റ് ഈസ് ഓൾസോ 30. ഈ ആംഗിൾ പേരെത്ര? എ സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി, അതും 30 ഡിഗ്രി. അടുത്ത് തന്നിരിക്കുന്ന ആംഗിൾ ഇതാ, എ സി ഡി. ആംഗിൾ എ സി ഡി ഈക്വൽ ടു 45 ഡിഗ്രി. ഇത് 2 പോയിന്റ്. അതിനെ ജോയിന്റ് ചെയ്യുമ്പോൾ ഇതൊരു സെഗ്മെന്റ്, ബാക്കിയുള്ളത് ഈ സെഗ്മെന്റ്. എ സി ഡി, എ സി ഡി, അത് രണ്ടും ജോയിൻ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇത് 45 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ടി. റീസൺ എന്നാന്ന് പറഞ്ഞാൽ ഒരേ സെഗ്മെന്റിലുള്ള ആ സർക്കിളിന്റെ മുകളിൽ വരുന്ന മറ്റൊരു ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതാണ് തിയറം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്രയും അളവുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ട്രയാങ്കിൾ എടുത്താൽ ഇത് 50, ഇത് 30. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിൽ ഒന്ന് 50, ഇത് 30, 50, 30, 80. അപ്പോൾ ഇത് എത്രയാവും? 100. ടോട്ടൽ 180 അല്ലേ? 180. അപ്പോൾ ഈ ട്രയാങ്കിൾ 100. ട്രയാങ്കിൾ എ ഒ ഡി, ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു 100. അപ്പോൾ ഇത് 100 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് 100 ആയിരിക്കും, അതും 100. അടുത്ത് ഈ ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിൾ എ ഒ ബി. ഇതിൽ ഒരു ആംഗിൾ 45 ഡിഗ്രി. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്, ഈ ലീനിയർ ആംഗിൾ. അതായത് ഈ ലൈനിൽ പാതി എത്രയായി? 100. മൊത്തം എത്ര വരും? ഒരു ലൈനിൻ്റെ മുകളിലുള്ള മൊത്തം കോണത്തിൻ്റെ അളവ് 180 ഡിഗ്രി. അപ്പോൾ ഇതിന് ഇവിടം വരെ 100 പോയാൽ ബാക്കി ഇത് 80 ഡിഗ്രി. അപ്പോൾ ഇത് 80 ഡിഗ്രി. ഓക്കെ, ട്രയാങ്കിൾ എ
ഒ ബി 45 പ്ലസ് 80 എത്രയായി? ഇക്വൽ ടു 125. അപ്പോൾ അടുത്ത കോണം എത്ര വരും? ഇത് 180 മൈനസ് 125 125 55 ഇക്വൽ ടു 55. അപ്പോൾ ഈ കോണം 55 വരും. ഓക്കെ. അപ്പോൾ 50 ഇതിപ്പോൾ രണ്ടും കിട്ടി. 55 പ്ലസ് 50. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു 55 പ്ലസ് 50 105 105. ഓക്കെ. ആംഗിൾ ബി എത്ര? ഇവിടെ 45 ഇത് 50. അപ്പോൾ 95. ആംഗിൾ സി 30 45 30 പ്ലസ് 45 ദാറ്റ് ഈസ് ഇക്വൽ ടു 75 ഡിഗ്രി. ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ ആംഗിൾ. ആംഗിൾ ഒ ഡി സിയിൽ ഇത് നമ്മളെത്ര? ഇത് 100, ഇവിടെ 80 നമ്മൾ കണ്ടുപിടിച്ചു 80. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര വരും? 80. അപ്പോൾ 80 പ്ലസ് 45 എത്രയായി? 125. മൊത്തം കോണം എത്ര? 180 മൈനസ് 125. അപ്പോൾ ബാലൻസ് 55. 10 5 6 108. ഓക്കെ. അപ്പോൾ 55 ഇത് 55 വരും. അപ്പോൾ ആംഗിൾ ഡി